ഹലോ, അസ്സലാമു അലൈക്കും. എന്താണ് നിങ്ങൾ വിളിക്കൊന്നും ചെയ്യാത്തത്? ഇന്നലെ രാത്രി ഒരു 5 മിനിറ്റിലങ്ങ് വർത്താനം പറഞ്ഞിട്ടുള്ളൂ. ഇന്നും ഈ നേരം വരെ വിളിച്ചില്ലല്ലോ. ഇതിന് മാത്രം എന്താ നിങ്ങൾക്ക് ഇത്ര തിരക്ക്? ആ, എൻ്റെ തിരക്ക് പറഞ്ഞാലും ഞാൻ അവിടെ മിണ്ടാണ്ടിരിപ്പിച്ചിട്ടല്ലേ നിങ്ങൾ ഇന്നിങ്ങനെ കൈ ഒഴുന്നത്. പ്രവാസികളുടെ ഭാര്യമാരെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇത്രയും വലിയ കഥനകഥയൊന്നും ഞാൻ അറിഞ്ഞില്ല കേട്ടോ. നിങ്ങളെന്തങ്ങനെ രാത്രി വിളിക്കണമെന്ന് തോന്നാത്ത? എന്താ ഓളങ്ങനെ ഓരോ പണി അങ്ങനെ ഇങ്ങനെയാണ് ഇങ്ങനെ സമയം പോകും. രാത്രി ആകുമ്പോൾ നിങ്ങളുടെ കൂടെ ഒക്കെ ഒരു 5 മിനിറ്റ് വർത്താനം പറഞ്ഞൂടെ? എന്തൊക്കെ പറച്ചില്ലായിരുന്നു. അന്ന അങ്ങോട്ട് കൊണ്ടുപോകും. ആ തിണ്ണിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് കൊണ്ടുപോകും ഇങ്ങോട്ട് കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയിലും ഇല്ല, ഒന്നുമില്ല. ഞാൻ പരാതി പറയാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കേട്ടോ? എൻ്റെ വിഷമം കൊണ്ട് ചുമ്മാ പറഞ്ഞു പോയതാ. സിക്കിനയുടെ മാപ്പിളാനെ കുറിച്ച് ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ പറയാറില്ലേ ഓന് നാട്ടിലാണ് അങ്ങനെയാണെന്നൊക്കെ. എനിക്കത് കാണുമ്പോൾ നല്ല വിഷമം വന്നിട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാനതൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട് കേട്ടോ. ആ, ഓര് നാട്ടിലാണ്, ഓർക്ക് പോകാനൊക്കെ സമയമുണ്ട്, ഓർക്ക് ആൾക്കാരുണ്ട്, പൈസയുണ്ട്, പത്രാസുണ്ട്. ഞാനാരാ നാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്ന പ്രവാസിയുടെ കാര്യം? എനിക്ക് വിഷമമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങളിന്ന് ദേഷ്യം പിടിക്കാൻ നിൽക്കണ്ട. അപ്പം ഞാൻ എല്ലാം അഡ്ജസ്റ്റബിൾ ആയിക്കണം. എനിക്കറിയാം എൻ്റെ കെട്ടിയവൻ്റെ അടുത്ത് കാശില്ലാന്ന്. ഞങ്ങൾ അവിടെ ജോലി അങ്ങോട്ടും ഇങ്ങോട്ടും അക്കരയിൽ എന്നാൽ മാത്രമേ ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ എന്ന്. വീടും നാടൊക്കെ വിട്ട് എനിക്കും എൻ്റെ മക്കൾക്കും വേണ്ടിയിട്ടാണ് നിങ്ങളെ കൊണ്ടുപോയി അവിടെ നിൽക്കണമെന്ന് ഒക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ. ഞാൻ റബ്ബിനോട് 5 നേരം ദുആ ചെയ്യുന്നുണ്ട് എൻ്റെ കാക്കക്ക് നല്ല സൗഭാഗ്യങ്ങൾ കൊണ്ടുവരണേന്നും എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയണം. വിഷമിക്കണ്ട കേട്ടോ. ഞാനിങ്ങനെ ഇടയ്ക്ക് ഓരോന്ന് പറയുമ്പോൾ നമുക്ക് ദേഷ്യം വരെയും സങ്കടം വരെയൊക്കെ ചെയ്യും, എനിക്കറിയാം. പക്ഷെ എന്നെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. പിന്നെന്താ, നിങ്ങൾ ഭക്ഷണം കഴിച്ചാ? ചിലപ്പോൾ ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ കേട്ടോ. നടക്കൊന്ന് കളിക്കാൻ ശ്രമിക്കണം കേട്ടോ. ഇപ്പം നിങ്ങളോടല്ല എൻ്റെ എല്ലാ പരാതിയും പറയാൻ പറ്റുള്ളൂ. എന്ത് പറയാനുണ്ടെങ്കിലും നിങ്ങളോടല്ലേ പറയാൻ പറ്റുള്ളൂ. വേറൊന്നും ഞാൻ കൂടെ ആവശ്യപ്പെടുന്നില്ലല്ലോ. പെണ്ണുങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 3-4 മാസം ആകുമ്പോഴത്തേക്കും ഗൾഫിലോട്ട് പോകും. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര കാലമായി? ഞാനിക്കാനോട് ഇതുവരെ അങ്ങനെ വാക്ക് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞാലും നടത്തി തരാനുള്ള കഴിവിൻ്റെ കാക്കില്ല എന്നറിയാത്തതുണ്ടല്ലേ ഞാൻ അങ്ങനെ ഉണ്ടാത്തത്. അങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലും വേണ്ട നിങ്ങളെ ബുദ്ധിമുട്ടിക്കലുണ്ടോ? നിങ്ങളിൻ്റെ അവസ്ഥ എന്താ മനസ്സിലാക്കാത്ത? എനിക്ക് ഈ ജീവിതത്തിൽ ആകങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ഞാൻ എന്തോരം കഷ്ടപ്പെടുകയും വിഷമിക്കുകയും ചെയ്യേണ്ട അറിയാം. ഇവിടെ അമ്മയും ബാക്കിയുള്ളവരൊക്കെ ഓരോന്ന് പറഞ്ഞ് കുത്തി ആ ആ ആ ശരി. നിങ്ങളുടെ അമ്മയും നാത്തോനും എല്ലാവരും ഇന്നിങ്ങനെ ഓരോന്ന് കുറ്റപ്പെടുത്തുമ്പോഴും പറയുമ്പോഴൊക്കെ ഞാനിങ്ങനെ സബൂറായിട്ട് ജീവിക്കണം നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ. എന്നിട്ട് നിങ്ങൾക്ക് എന്നെ ഒന്ന് വിളിക്കാനോ എന്നോട് പറയാനോ അല്ല അത്രയും സാർ വീഡിയോ കോൾ ചെയ്തിട്ട് പിന്നെ എന്തിനാ വാട്സപ്പ് IMA ഒക്കെ എന്നോട് ഇട്ടിപ്പിച്ചത്? നിങ്ങൾക്ക് എന്നെ വിളിക്കാൻ നേരമില്ല, എന്നോട് മുണ്ടാൻ നേരമില്ല. നിങ്ങൾക്ക് അവിടെ വല്ല പെണ്ണുങ്ങൾ ഇഷ്ടപ്പെട്ട് നിങ്ങൾ കല്യാണം കഴിച്ചാ എന്നെ മറന്നിട്ട്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാ? അതങ്ങനെയാണെങ്കിൽ പറയണട്ടാ. നിങ്ങൾക്ക് നേരത്തെ കാലത്ത് എൻ്റെ കൂടി പോകാനാണ്. ഞാൻ അങ്ങനെ എന്ത് പറഞ്ഞിട്ടൊരു കാര്യമില്ല. നമ്മൾ സ്നേഹം ഉണ്ടെങ്കിലല്ലേ അതൊക്കെ നടക്കുള്ളൂ. എനിക്ക് നന്നായിട്ട് അറിയുകയൊക്കെ ചെയ്യാം നമുക്ക് ഒരു 5 മിനിറ്റൊക്കെ നിങ്ങൾക്ക് സമയം കിട്ടും എന്നുള്ളത്. പക്ഷെ നമ്മൾ സമയം കണ്ടെത്തൂല. കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെ തന്നെയാണ് പ്രവാസികളുടെ ഭാര്യമാർ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞേക്കണേ കേട്ടാ. മറക്കണ്ട കേട്ടാ. പ്രവാസികളുടെ ഭാര്യമാരെ കുറ്റം പറയാൻ 100 ആൾക്കാരുണ്ടാവും. പ്രവാസികളൊന്നും മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രവാസികളുടെ ഭാര്യകൾ എങ്ങോട്ടും പോവില്ല. ഞാൻ ഇനി അത് പറഞ്ഞു നിന്റെ നെഞ്ചോട്ട് കയറാൻ നിൽക്കണ്ട കേട്ടാ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് വിഷമം വരാൻ വേണ്ടി പറഞ്ഞതല്ല. എൻ്റെ വിഷമവും തീരണ്ടേ. ഞാൻ ആരോട് പോയിട്ട് വിഷമം പറയണതൊക്കെ? എനിക്കൊരു കൂട്ടുകാർ പോലും ഇല്ല ഇതൊക്കെ പറയാൻ. ഉണ്ടായതും പിടിച്ചതും മുറിച്ചതും കഴിച്ചതും ഒക്കെ പറയാൻ മാത്രമല്ലേ ഉള്ളൂ.
നമുക്ക് ഒന്നിനും നേരമില്ല. പൈസ ഒക്കെ അയച്ചുതരാം, നിങ്ങൾ മിടുക്കനാ. എനിക്ക് പൈസ അല്ല വേണ്ടത്, എനിക്ക് നിങ്ങളുടെ കൂടെയുള്ള ജീവിതമാണ് വേണ്ടത്. ആഞ്ഞല്ലേ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കണത്. സ്നേഹമില്ലാത്ത മനുഷ്യനാണ് നിങ്ങൾ. ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് ദേഷ്യം പിടിക്കാൻ നിൽക്കണം കേട്ടോ. ഞാൻ ചുമ്മാ എനിക്കറിയാം നിങ്ങളുടെ പ്രാരാബ്ദവും ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ കഷ്ടപ്പാടും എല്ലാം എനിക്കറിയാം. പക്ഷേ എനിക്ക് എന്താണോ ചില സമയങ്ങളിൽ ഭയങ്കര വിഷമം വരുന്നു. എല്ലാവർക്കും എല്ലാവരും ഉണ്ട്. ഇപ്പോൾ സെക്കിനാക്ക അവരുണ്ട്, അതുപോലെ തന്നെ മൈമുനാൻ്റെ കിട്ടിയ നാട്ടിലുണ്ട്, അതുപോലെ തന്നെ ഷാഹിദ ഉള്ള കിട്ടിയവൻ്റെ കൂടെ സൗദിയിൽ, റീന ഉള്ള കിട്ടിയവൻ്റെ കൂടെ മറ്റേ ഇവിടെ സലാലയിൽ. അങ്ങനെ എല്ലാവരും എൻ്റെ കൂട്ടുകാരത്തികളും എൻ്റെ അടുപ്പുള്ളവരും ഒക്കെ എല്ലാവരും ഒക്കെ അങ്ങനെ ഇങ്ങനെ നിൽക്കും. മാത്രം കാലങ്ങളായിട്ട് അക്കരി ഇക്കരി. ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിങ്ക് ദേഷ്യം വരാൻ കണ്ടാ. നീ ശരി എന്നാ ഞാൻ വെക്കാണ്. ക്ഷമയോടുകൂടി ഇത് കേട്ടേനെ, നന്ദി. അല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ നിങ്ങൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ടേ എന്നെ വിളിക്കണം കേട്ടാ. എന്നാൽ ശരി എന്നാ.